ഹലോ ഉദ്യോഗാർത്ഥികളെ, PS റൈറ്റ് പാത്തിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഹിസ്റ്ററിയിലൊരു പുതിയൊരു സീരീസാണ് ഇവിടെ ആരംഭിക്കുന്നത്. അറൈവൽസ് ഓഫ് യൂറോപ്യൻസ്, യൂറോപ്യന്മാരുടെ കടന്നുവരവ്. PSCയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണെന്ന് നമ്മൾ സിലബസ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സീരീസിലോട്ട് പോകാം. ഇന്ത്യയിലേക്ക് ആദ്യം കടന്നു വരുന്ന വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ്, യൂറോപ്യന്മാരല്ല. എന്നാൽ ആദ്യമായി കടന്നു വരുന്ന യൂറോപ്യന്മാരെന്ന് പറയുന്നത് 1498 കടന്നു വന്ന വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാരായിരുന്നു. അതിനുശേഷം 1595 ഡച്ചുകാർ കടന്നു വരുന്നു. 1600 ബ്രിട്ടീഷുകാർ കടന്നു വരുന്നു. 1616 ഡെൻമാർക്കുകാർ കടന്നു വരുന്നു. അവസാനം 1664 ഫ്രഞ്ചുകാർ കടന്നു വരുന്നു. ആദ്യം കടന്നു വന്ന യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും അവസാനം കടന്നു വന്ന യൂറോപ്യന്മാരെന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുമാണ്. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അറബികളുടെ കച്ചവട കുത്തക തകർക്കുകയും തങ്ങളുടെ അധീനതയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന യൂറോപ്യന്മാരെ കുറിച്ച് പറഞ്ഞു. ആദ്യം വന്നതാരാണ്? പോർച്ചുഗീസുകാർ. എന്നാൽ അവസാനം പോയതാരാണ്? അതും പോർച്ചുഗീസുകാരാണ്. ഓർത്തുവെക്കുക, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർ തന്നെയാണ് ഇന്ത്യ വിട്ടുപോകുന്ന അവസാനത്തെ യൂറോപ്യനും എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മൾ ഇവരിൽ ആദ്യം നോക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ്. വളരെ പ്രധാനപ്പെട്ടതും എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻ്റോട് കൂടി വരുന്നതും ബ്രിട്ടീഷുകാരാണ്. മറ്റുള്ളവരെയും നമുക്ക് പഠിക്കാം ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട്. അപ്പോൾ ആദ്യം നോക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലേക്ക് ആദ്യം കടന്നു വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. ഒരിക്കൽ PSC ക്യാപ്റ്റൻ കീലിംഗ് എന്ന ഉത്തരസൂചിയിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാസ്റ്റർ റാൽഫിച്ചാണ്. 1583 അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മുഗൾ രാജാവായ അക്ബറിൻ്റെ കൊട്ടാരം അദ്ദേഹം 1585 സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. അറബികളിൽ നിന്ന് കച്ചവട കുത്തക അടിച്ചെടുക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആദ്യകാല ലക്ഷ്യം. കാരണം അന്ന് തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉൾക്കൊള്ളുന്ന പ്രദേശം വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു. അത് കാർഷികപരമായിട്ടാണെങ്കിലും പ്രകൃതിപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും തന്നെ. ആ കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ കുറച്ച് സാഹസിക കച്ചവടക്കാരുണ്ടാക്കിയ ജോൺ കമ്പനി എന്ന് പേരുള്ള, പിൻകാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിലോട്ട് മാറിയ ആ കമ്പനിക്ക് കിഴക്കോട്ട് പൗരസ്ത്യ നാട്ടിലേക്ക് വാണിജ്യം നടത്താൻ എലിസബത്ത് I 15 വർഷത്തേക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരം വില്യം ഹോക്കിൻസും കൂട്ടരും ഹെക്ടർ എന്ന കപ്പലിലൂടെ 1608 ഇന്ത്യയിലേക്ക് എത്തി. അന്ന് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ പല പല നാട്ടുരാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ അല്പം അതിർത്തിയാണെങ്കിലും പ്രദേശങ്ങളാണെങ്കിലും അധികാരവും കൂടുതലുള്ള മുഗൾ രാജവംശത്തെ അവർ സമീപിച്ചു. അന്നുണ്ടായിരുന്നത് ജഹാംഗീർ ആയിരുന്നു. ആ ജഹാംഗീറിനെ 1609 അവർ കച്ചവടത്തിന് അനുമതിക്ക് വേണ്ടി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയുകയാണ്, മറക്കാതിരിക്കാൻ. ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് മാസ്റ്റർ റാൽഫിച്ചാണ്. 1583 അദ്ദേഹം എത്തുന്നത്. 1585 അദ്ദേഹം അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ചു. അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് 1600 അതിനുള്ള അനുമതി കൊടുത്തത് എലിസബത്ത് I. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് എന്ന് പറയുന്നത് ജോൺ കമ്പനി എന്നായിരുന്നു. അവർ ഇന്ത്യയിലേക്ക് എത്തിയത് ഹെക്ടർ എന്ന കപ്പലിലൂടെ 1608 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടത്തിന് അനുമതി നൽകിയത് ജഹാംഗീറാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് ജഹാംഗീറിൽ നിന്ന് ഈ അനുമതി കിട്ടാനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം അതുവരെയും ഇവിടുത്തെ പ്രധാന ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അവരാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ കുത്തകളൊക്കെ കൈയാളിയിരുന്നത്. അങ്ങനെ 1612 ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിലൊരു യുദ്ധം നടന്നു. അതാണ് സുവാലി യുദ്ധം എന്ന് പറയുന്നത്. 100ഓളം വർഷം ഇവിടെ കച്ചവടം ചെയ്ത പോർച്ചുഗീസുകാരെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനി സൈന്യം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതും
അദ്ദേഹത്തിന് ഈ ഒരു അനുമതി ലഭിക്കുന്നതും. അദ്ദേഹത്തിന് ഈ അനുമതി കൊടുക്കുന്നത് ജഹാംഗീർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അവരിവിടെ സ്ഥാപിക്കുന്ന സമയമായപ്പോഴേക്കും ജഹാംഗീർ മരണപ്പെടുകയും പിന്നീട് അക്ബർ ആയിരുന്നു ഇവിടുത്തെ ഭരണാധികാരി. അപ്പോൾ സ്ഥാപിക്കുന്ന സമയത്ത് ഭരണാധികാരി എന്ന് പറയുന്നത് അക്ബർ ആണെന്ന് ഓർത്തു വെക്കുക, അനുമതി കൊടുക്കുന്നത് ജഹാംഗീറും. ഈ ഉത്തരവിൻ പ്രകാരം ബ്രിട്ടീഷുകാർ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി 1613 സൂററ്റിൽ സ്ഥാപിച്ചു. അധികം വൈകാതെ തന്നെ അവർ മസൂലി പട്ടണത്തും മറ്റൊരു ഫാക്ടറി സ്ഥാപിച്ചു. മസൂലി പട്ടണത്ത് സ്ഥാപിച്ച ഈ ഫാക്ടറി പിന്നീട് മദ്രാസിലോട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാക്ടറി കൊണ്ട് അർത്ഥമാക്കുന്നത് കച്ചവട ഡിപ്പോ എന്നാണ്. അങ്ങനെ ഇംഗ്ലീഷ് രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ പ്രതിനിധിയായിക്കൊണ്ട്, അംബാസിഡറായിക്കൊണ്ട് തോമസ് റോ മുഗൾ ചക്രവർത്തിയെ വീണ്ടും സന്ദർശിക്കുകയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫാക്ടറി തുടങ്ങാനുള്ള ഒരു രാജകീയ ഉത്തരവ് ഇതിലൂടെ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1615 ഇത് നടന്നത്. ഇതേ വർഷം തന്നെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിക്കൊണ്ട് ക്യാപ്റ്റൻ വില്യം കീലിംഗ് കേരളത്തിൽ കോഴിക്കോട് എത്തുന്നതും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ധാരാളം കോട്ടകൾ കെട്ടിയിരുന്നു. അത് അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു, അതല്ലാതെ ഇന്ത്യക്ക് വേണ്ടിയായിരുന്നില്ല. അങ്ങനെ അവരാദ്യം കെട്ടിയ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട കെട്ടിയത് ബ്രിട്ടീഷുകാരാണ്. 1639 ഇതിന് വേണ്ട പണി തുടങ്ങി. 1644 അതിൻ്റെ പണി പൂർത്തിയാകുന്നത്. കർണാടക യുദ്ധത്തിലൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ച കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ പെട്ടെന്നുള്ള മുന്നേറ്റം തങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ബോംബെ ദ്വീപ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമന് 1662 സ്ത്രീധനമായി നൽകിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ മുന്നേറ്റം തങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ബോംബെ ദ്വീപ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമന് 1662 സ്ത്രീധനമായി നൽകിയിരുന്നു. ഇതിനൊക്കെ ശേഷം 1717 മുഗൾ രാജാവായ ഫാറൂഖ് സിയാറിൽ നിന്നും ബംഗാളിൽ സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാനുള്ള റോയൽ ഫർമർ ബ്രിട്ടീഷുകാർ നേടിയിരുന്നു. ഈ റോയൽ ഫർമർ പ്രകാരം ചരക്ക് ഗതാഗതത്തിന് പാസ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞിരുന്ന ദസ്തക്ക് കൊടുക്കാൻ കമ്പനിക്ക് നേരിട്ട് തന്നെ പറ്റുമായിരുന്നു. ഈ ഒരു റോയൽ ഫർമറിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1717 മുഗൾ രാജാവായ ഫാറൂഖ് സിയാറിൽ നിന്നും ബ്രിട്ടീഷുകാർ കിട്ടിയ റോയൽ ഫർമറിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതുപ്രകാരം ചരക്ക് ഗതാഗതത്തിന് പാസ് അല്ലെങ്കിൽ പെർമിറ്റ് കൊടുക്കുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ നേരിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച അവരുടെ ആദ്യത്തെ കോട്ട മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ടയാണ്. പോർച്ചുഗീസുകാർ ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമൻ സ്ത്രീധനമായി നൽകിയത് 1662 മുഗൾ രാജാവായ ഫാറൂഖ് സിയാറിൽ നിന്നും ബംഗാളിൽ സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള രാജകീയ ഉത്തരവ് റോയൽ ഫർമർ കമ്പനി കരസ്ഥമാക്കിയത് 1717 അതാണ് അവരുടെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഉത്തരവ് പ്രകാരം അവർക്ക് ചരക്കുകളുടെ ഗതാഗതത്തിനായി ദസ്തക്ക് അഥവാ പാസ് പെർമിറ്റ് കൊടുക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ നേരിട്ട് സാധിക്കുമായിരുന്നു. ബ്രിട്ടീഷുകാർ അവരുടെ ഇന്ത്യയിലെ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും നിലനിർത്തുന്നതിനു വേണ്ടിയും ഒരുപാട് ചതിപ്രയോഗങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് യുദ്ധപരമ്പരകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മളിനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് അധിനിവേശ ശക്തികളായിട്ടുള്ള ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ്. ഈ യുദ്ധം ശരിക്ക് യൂറോപ്പിൽ നടന്ന അവരുടെ യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയായിരുന്നു. യൂറോപ്പിൽ അവർ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി അവർ തമ്മിലൊരു യുദ്ധം അരങ്ങേറിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവരുടെ കോളനിയായ ഇന്ത്യയിൽ വെച്ച് അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ആ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ എന്നറിയപ്പെടുന്നത്. 1746 കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് കർണാട്ടിക് യുദ്ധം എന്ന് വിളിക്കുന്നത്. നമ്മൾ കർണാട്ടിക് യുദ്ധം എന്ന് കേൾക്കുമ്പോൾ അത് കർണാടകയിൽ വെച്ച് നടന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് അതൊരു യുദ്ധ പരമ്പരയായിരുന്നു. 1, 2, 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 തുടങ്ങി. 1748 വരെ അത് നീണ്ടു നിന്നു, 2 വർഷക്കാലം.
ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ അവരുടെ സ്വന്തം നാടായ യൂറോപ്പിൽ അവർ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെയും വരുന്നത്. മാത്രമല്ല ഇന്ത്യ പോലുള്ളൊരു വൈവിധ്യങ്ങളുള്ളൊരു നാട്ടിൽ മേൽക്കോയ്മ നേടുകയും വ്യാപാര കുത്തക നേടിയെടുക്കുക എന്നുള്ള ശ്രമമായിരുന്നു അവരുടെ ഈ യുദ്ധത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അങ്ങനെ 2 വർഷക്കാലം യുദ്ധം നീണ്ടു നിന്നു. അതിൽ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് ഫ്രഞ്ചുകാർക്ക് തന്നെയാണ്. അങ്ങനെ യുദ്ധത്തിനൊരു പരിസമാപ്തി വരുന്നത് 1748 ആക്സല ചാപ്പലെ എന്ന് പറയുന്ന സന്ധിയിലൂടെയാണ്. ആ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മദ്രാസ് വിട്ടുകൊടുക്കാനും അതുപോലെ ഫ്രഞ്ചുകാർക്ക് വടക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശം ബ്രിട്ടീഷുകാർ വിട്ടുകൊടുക്കാനും ധാരണയായി. ഇതാണ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചതിന് ശേഷം ഉടനെ തന്നെ രണ്ടാം കർണാട്ടിക് യുദ്ധവും ആരംഭിച്ചു. തുല്യശക്തികളായ ചിരകാല വൈരികളായ 2 വൈദേശിക ശക്തികൾ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു യുദ്ധത്തിലൂടെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക കാര്യമാണ്. 1749 തുടങ്ങിയ രണ്ടാം കർണാട്ടിക് യുദ്ധം 1754 അവസാനിക്കുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നത് ഹൈദരാബാദിലും കർണാടകയിലുമുണ്ടായ പിന്തുടർച്ചാവകാശ തർക്കമായിരുന്നു. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം മറന്നുപോകരുത്, ഇന്ത്യയിലുള്ള വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒരു കഠിന ശ്രമമായിരുന്നു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. ഈ യുദ്ധത്തിലും ഫ്രഞ്ചുകാർക്ക് പരാജയം സമ്മതിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഫ്രഞ്ചുകാർക്ക് കർണാടകയിലെ ആർക്കോട്ട് എന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത് 1754 പോണ്ടിച്ചേരി സന്ധിയാണ്. 1ഉം 2ഉം കർണാട്ടിക് യുദ്ധത്തിനു ശേഷം മൂന്നാമതൊരു കർണാട്ടിക് യുദ്ധവും അരങ്ങേറി. 4 വർഷങ്ങൾക്ക് ശേഷം 1758 തുടങ്ങിയ മൂന്നാം കർണാട്ടിക് യുദ്ധം 1763 അവസാനിക്കുന്നത്. യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് അന്ന് യൂറോപ്പിൽ 1756 നടന്ന സപ്തവത്സര യുദ്ധമായിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തോടുകൂടി ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന അവരുടെ ആധിപത്യം പറ്റെ ക്ഷയിക്കാനാണ് ഈ യുദ്ധം കാരണമാക്കി തീർത്തത്. ഇതിനുശേഷം നടന്ന 1760 വാണ്ടിവാഷ് യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ പൂർണ്ണമായും പരാജയം സമ്മതിക്കേണ്ടി വന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധം 1763 പാരീസ് ഉടമ്പടിയോടുകൂടി പരിസമാപ്തിയിലേക്കെത്തി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച 3 കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അരങ്ങേറിയത് 1746 തൊട്ട് 1748 വരെയുള്ള 2 വർഷമായിരുന്നു. യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യയിലുള്ള വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്പലെ സന്ധി എന്ന് പറയുന്നത്. അതിലൂടെ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് എന്ന പ്രദേശമാണ് തിരികെ ലഭിക്കുന്നത്. അതേസമയം ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിക്കുന്നത് അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശമാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് അരങ്ങേറിയ വർഷം എന്ന് പറയുന്നത് 1749 തൊട്ട് 1754 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ അവർക്കിടയിലെ പിന്തുടർച്ചാവകാശ തർക്കമായിരുന്നു. റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം എന്ന് പറയുന്നത് ആർക്കോട്ടാണ് കർണാടകയിലെ. അതുപോലെ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി 1754. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1758 തൊട്ട് 1763 വരെയുള്ള കാലഘട്ടമാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണമായി കണക്കാക്കുന്നത് ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധമായിരുന്നു 1756. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും നടന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ക്ഷയിക്കാൻ കാരണമാക്കിയ യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം. എന്നാൽ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയം സമ്മതിക്കേണ്ടി വരുന്നത് അതിനുശേഷം നടന്ന 1760 വാണ്ടിവാഷ് യുദ്ധത്തോട് കൂടിയിട്ടാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ ഇതാണ് 3 കർണാട്ടിക് യുദ്ധത്തിൻ്റെയും ഒരു ഷോട്ട് എന്ന് പറയുന്നത്. വാണ്ടിവാഷ് യുദ്ധമാണ് ഫ്രഞ്ച് ആധിപത്യം ഇന്ത്യയിൽ പറ്റെ ക്ഷയിക്കാൻ കാരണമായത് നമ്മൾ പറഞ്ഞു. 1760 വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. ഫ്രഞ്ച് ആധിപത്യം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. വാണ്ടിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗഡ്ലി ലാലിയാണെങ്കിൽ
ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടാണ്. ഇനി നമ്മളൊരു ഒറ്റനോട്ടമായിട്ട് നോക്കുന്നത് 3 കർണാട്ടിക് യുദ്ധങ്ങളും അത് അവസാനിപ്പിക്കാൻ കാരണമായ സന്ധികളും അതിൻ്റെ വർഷവുമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1748 ആക്സല ചാപ്പൽ സന്ധിയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധിയാണ് 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1763 പാരീസ് ഉടമ്പടിയാണ്. ഇനി ബ്രിട്ടീഷുകാർ അവരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ച മറ്റൊരു യുദ്ധമാണ് മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് 4 മൈസൂർ യുദ്ധങ്ങളെന്ന് പറയുന്നത്. മൈസൂർ സുൽത്താന്മാരുടെ ആധിപത്യവും മലബാറിൽ വ്യാപിച്ചു കിടന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് മൈസൂർ സുൽത്താന്മാർ സൃഷ്ടിച്ച തടസ്സവും ഫ്രഞ്ചുകാരുമായി ടിപ്പു ഉണ്ടാക്കിയ സൗഹൃദവുമായിരുന്നു മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ നയിച്ച സുൽത്താന്മാരാണ് ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താൻ. 4 മൈസൂർ യുദ്ധങ്ങളാണ് അരങ്ങേറിയത്. ഓരോന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാം മൈസൂർ യുദ്ധം അരങ്ങേറിയത് 1767 തൊട്ട് 1769 വരെയുള്ള 2 വർഷമായിരുന്നു. ഈ യുദ്ധത്തിൽ ഹൈദരാലിയും ബ്രിട്ടീഷുകാരുമാണ് ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും 1769 മദ്രാസ് ഉടമ്പടിയോടുകൂടി യുദ്ധം അവസാനിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാം മൈസൂർ യുദ്ധം അരങ്ങേറുന്നത് 1780 തൊട്ട് 1784 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നത്. വാറൻ ഹേസ്റ്റിംഗ് ബ്രിട്ടീഷ് ഗവർണർ ജനറലായ സമയത്താണ് രണ്ടാം മൈസൂർ യുദ്ധം അരങ്ങേറിയത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഹൈദരാലിയായിരുന്നു മൈസൂരിനെ നയിച്ചത്. 1782 ഹൈദരാലി മരണപ്പെട്ടതോടുകൂടി മകൻ ടിപ്പുവാണ് പിന്നീട് യുദ്ധത്തെ നയിച്ചത്. രണ്ടാം യുദ്ധത്തിലും ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന പ്രദേശം രണ്ടാം മൈസൂർ യുദ്ധത്തിൽ മൈസൂർ സുൽത്താന്മാർ പിടിച്ചെടുക്കുകയും ചെയ്തു. 1784 മംഗലാപുരം സന്ധിയോടുകൂടി രണ്ടാം മൈസൂർ യുദ്ധവും അവസാനിപ്പിച്ചു. പിന്നീട് 1789, 1792 കാലഘട്ടങ്ങളിലാണ് മൂന്നാം മൈസൂർ യുദ്ധം അരങ്ങേറിയത്. കോൺവാലിസ് പ്രഭു ബ്രിട്ടീഷ് ഗവർണർ ജനറലായ സമയത്തായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധം അരങ്ങേറിയത്. യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി ഇന്ന് കണക്കാക്കുന്നത് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണമായിരുന്നു. ടിപ്പുവിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് 1792 നടന്ന സന്ധിയോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചു. പിന്നീട് 1799 നാലാം മൈസൂർ യുദ്ധം അരങ്ങേറിയത്. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ 1799 മെയ് 4 മരണപ്പെട്ടു. യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി ആയിരുന്നു. ഈ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർ മൈസൂർ എന്ന പ്രദേശം പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കർണാട്ടിക് യുദ്ധത്തിൽ പരിശോധിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്ധികളാണ് ഒറ്റനോട്ടത്തിൽ നോക്കുന്നത്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1769 മദ്രാസ് സന്ധിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1784 മംഗലാപുരം സന്ധിയാണ്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1762 ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഈ 4 മൈസൂർ യുദ്ധം ഒറ്റനോട്ടത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങളെന്ന് പറയുന്നത്. 4 യുദ്ധങ്ങളാണ് അരങ്ങേറിയത്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അതിനുശേഷം 1769 മദ്രാസ് ഉടമ്പടിയോടുകൂടി യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം മൈസൂർ യുദ്ധം തുടങ്ങുന്നത് 1780 തൊട്ട് 1784 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമായിരുന്നു യുദ്ധത്തെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്. യുദ്ധസമയത്ത് വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ആദ്യം ഹൈദരാലി നയിച്ചുവെങ്കിലും 1782 അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി പിന്നീട് മകൻ ടിപ്പു സുൽത്താനാണ് യുദ്ധം നയിച്ചത്. യുദ്ധത്തിൽ തമിഴ്നാട്ടിലെ ആർക്കോട്ട് എന്ന പ്രദേശമാണ് മൈസൂർ സുൽത്താന്മാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. 1784 മംഗലാപുരം സന്ധിയോടുകൂടി രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചു. പിന്നീട് 1789 മൂന്നാം മൈസൂർ യുദ്ധം അരങ്ങേറിയത്. 1792 വരെ അത് നീണ്ടു നിന്നു. കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ് യുദ്ധം അരങ്ങേറിയത്. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചു എന്നതായിരുന്നു യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത്. ടിപ്പുവിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് 1792 നടന്ന സന്ധിയോട് കൂടിയിട്ടാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത്. നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്.
ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി ആയിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുന്നത്. നാലാം മൈസൂർ യുദ്ധത്തോടുകൂടി മൈസൂർ സാമ്രാജ്യത്തെ മുഴുവൻ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് പരിശോധിക്കാം. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ തലസ്ഥാനം എന്ന് പറയുന്നത് ഫറൂഖ് പട്ടണം എന്നറിയപ്പെടുന്ന ഫറൂഖാബാദ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ആ റോക്കറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതിയായ ഫത്ഹുൽ മുജാഹിദീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഫ്രഞ്ചുകാരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് പതാക ഉയർത്താൻ അദ്ദേഹം അനുവാദം നൽകിയിരുന്നു. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം അദ്ദേഹം നട്ടിരുന്നു. ഇന്നും ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് നിലകൊള്ളുന്നത് മൈസൂരിലാണ്. നാലാം മൈസൂർ യുദ്ധത്തിലെ ശ്രീരംഗപട്ടണം സന്ധിയോട് കൂടിയിട്ടാണ് മലബാർ എന്ന പ്രദേശവും ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു യുദ്ധ പരമ്പരയാണ് മറാത്ത യുദ്ധങ്ങളെന്ന് പറയുന്നത്. 3 മറാത്ത യുദ്ധങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളെന്ന് പറയുന്നത്. 1775 വാറൻ ഹേസ്റ്റിംഗ് ബ്രിട്ടീഷ് ഗവർണർ ജനറലായ സമയത്താണ് യുദ്ധം അരങ്ങേറുന്നത്. 1782 ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കുന്നത്. മറാത്തക്കാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ടതാണ് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത്. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് കനത്ത നഷ്ടം ഏൽക്കേണ്ടി വരികയും പരാജയപ്പെടുകയും ചെയ്തു. യുദ്ധം 1782 വാറൻ ഹേസ്റ്റിംഗും മഷിയും തമ്മിൽ നടന്ന സൽബായ് സന്ധിയിലൂടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാം മറാത്ത യുദ്ധത്തിനു ശേഷം 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് രണ്ടാം മറാത്ത യുദ്ധം അരങ്ങേറിയത്. 1803 തുടങ്ങിയ യുദ്ധം 1805 വരെയാണ് നീണ്ടുപോയത്. മറാത്തക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത 1802 പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് ഇടപെടാൻ അവസരം നൽകുന്ന മറാത്തയുടെ പേഷ്വ ബാജിറാവുവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ നടന്ന ബാസിൽ ഉടമ്പടി മൂലവും ഇതൊരു കാരണം. മറ്റൊന്ന്, മറാത്ത ഭരണാധികാരി പേഷ്വയുടെ ദുർഭരണം മൂലവും മറാത്ത സാമ്രാജ്യം ദുർബലമായിരുന്നു. ഈ 2 അവസരങ്ങളും മുതലെടുത്തുകൊണ്ട് ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പരാജയത്തിന് പകരം വീട്ടാൻ ബ്രിട്ടീഷുകാർ രണ്ടാം മറാത്ത യുദ്ധത്തിലേക്ക് മുന്നിട്ട് വന്നു. രണ്ടാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് ആർതർ വെല്ലസ്ലിയും ജനറൽ ലോക്കുമായിരുന്നു. ഇവരായിരുന്നു മൈസൂർ സാമ്രാജ്യം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത്. രണ്ടാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. 1805 ബ്രിട്ടീഷുകാരും മറാത്ത സാമ്രാജ്യവും തമ്മിൽ നടത്തിയ രാജ്കട്ട് ഉടമ്പടിയിലൂടെ രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ചു. മൂന്നാം മറാത്ത യുദ്ധം അരങ്ങേറിയത് 1817 1819 വരെയാണ് യുദ്ധം നീണ്ടുപോയത്. പിണ്ടാരി യുദ്ധമെന്നും മൂന്നാം മറാത്ത യുദ്ധത്തെ അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുമുള്ള മറാത്തക്കാരുടെ ശ്രമമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. എന്നാൽ മൂന്നാം മറാത്ത യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷ് സൈന്യം മറാത്ത വംശത്തിനുമേൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർ മറാത്ത സാമ്രാജ്യത്തിൽ നിന്നും പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ. മൂന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധികളാണ് 1817 പൂനെ ഗ്വാളിയർ സന്ധികളും 1818 മാൻഡിസോർ സന്ധിയും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ബ്രിട്ടീഷുകാരും മറാത്ത സാമ്രാജ്യവും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 3 മറാത്ത യുദ്ധങ്ങളാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. 1775 ഒന്നാം മറാത്ത യുദ്ധം തുടങ്ങുന്നതും 1782 ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കുന്നതും. യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മറാത്തയിലെ ഇടപെടലുകളാണ്. ആ സമയത്ത് വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ അമ്പെ പരാജയപ്പെടുകയും 1782 സാൽബായ് സന്ധിയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 1803 രണ്ടാം മറാത്ത യുദ്ധം നടക്കുന്നത്. 1805 വരെയാണ് ആ യുദ്ധം നീണ്ടുപോയത്. ഇതിൻ്റെ കാരണമായി കണക്കാക്കുന്നത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ദുർഭരണങ്ങളായിരുന്നു. അവരും ബ്രിട്ടീഷുകാരും 1802 നടത്തിയ ബാസിൽ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് പൂനെയിൽ ഇടപെടാൻ അവർ അവസരം കൊടുത്തിരുന്നു.
ഇത് ബ്രിട്ടീഷുകാർ മുതലെടുക്കുകയും അതുപോലെ തന്നെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദുർഭരണവും ബ്രിട്ടീഷുകാരുടെ ഇടപെടലിന് അവസരം കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് ആർതർ വെല്ലസ്ലിയും ജനറൽ ലോക്കുമായിരുന്നു. പിന്നീട് 1817 മൂന്നാം മറാത്ത യുദ്ധം അരങ്ങേറിയത്. പിണ്ടാരി യുദ്ധമെന്നും ഇതിനെ വിളിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുമുള്ള മറാത്താക്കാരുടെ ഒരു ശ്രമമായിരുന്നു മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. പക്ഷേ മറാത്ത സാമ്രാജ്യത്തിനുമേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായി ആധിപത്യം ഉറപ്പിച്ച യുദ്ധമായിരുന്നു മൂന്നാം മറാത്ത യുദ്ധം. ഈ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ. മൂന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധികളാണ് 1817 ഗ്വാളിയർ പൂനെ സന്ധികളും 1818 മാൻഡിസോർ സന്ധികളും. 3 മറാത്ത യുദ്ധങ്ങളും അവയിലെ സന്ധികളും അവയുടെ വർഷങ്ങളുമാണ് ഒറ്റനോട്ടത്തിൽ നോക്കുന്നത്. ഒന്നാം മറാത്ത യുദ്ധം 1782 സാൽബായ് സന്ധിയിലൂടെയാണ് അവസാനിക്കുന്നത്. രണ്ടാം മറാത്ത യുദ്ധം 1805 രാജ്കട്ട് ഉടമ്പടിയിലൂടെയാണ് അവസാനിക്കുന്നത്. മൂന്നാം മറാത്ത യുദ്ധം 1817 പൂനെ ഗ്വാളിയർ സന്ധിയിലൂടെയും 1818 മാൻഡസോർ സന്ധിയിലൂടെയുമാണ് അവസാനിക്കുന്നത്. ഇനി നമ്മൾ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് നോക്കുന്നത്. ഇനി നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിനു സഹായിച്ച മറ്റൊരു യുദ്ധ പരമ്പരയാണ് നോക്കുന്നത്. അതാണ് 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 1845 മുതൽ 1846 വരെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധവും 1848 മുതൽ 1849 വരെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധവും അരങ്ങേറി. പഞ്ചാബ് കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാരണം തന്നെ പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമായിരുന്നു. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും 1846 ലാഹോർ സന്ധിയിലൂടെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അരങ്ങേറി. 1848 മുതൽ 1849 വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. ഈ യുദ്ധത്തോടുകൂടി പഞ്ചാബ് മേഖല പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വന്നു. പഞ്ചാബിനെ ബ്രിട്ടീഷുകാർ കീഴടക്കുന്ന ഈ സമയം ഡൽഹൌസി പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഈ യുദ്ധങ്ങൾക്ക് ശേഷം പിന്നീട് പഞ്ചാബിൽ ബ്രിട്ടീഷ് കമ്മീഷണർമാരാണ് ഭരണം നടത്തിയത്. പഞ്ചാബിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കമ്മീഷണറാണ് സർ ജോൺ ലോറൻസ്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങളെക്കുറിച്ച് ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന്, ആ 2 യുദ്ധങ്ങളുടെയും വർഷം. ഒന്നാമത്തേത് 1845 മുതൽ 46. അത് ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമാണ്. പിന്നെ അത് അവസാനിപ്പിക്കാൻ കാരണമായത് ലാഹോർ സന്ധിയാണ് 1846. പിന്നെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ വർഷം 1848 മുതൽ 49 വരെയുള്ള വർഷമാണ്. പഞ്ചാബ് പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരാൻ കാരണമായിട്ടുള്ള യുദ്ധമാണ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം എന്ന് പറയുന്നത്. ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് പഞ്ചാബ് ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുന്നത്. 1849 പിന്നീട് പഞ്ചാബിൽ വരുന്നത് കമ്മീഷണർമാരുടെ ഭരണമാണ്. ആദ്യത്തെ ബ്രിട്ടീഷ് കമ്മീഷണറായിട്ട് വരുന്നത് സർ ജോൺ ലോറൻസ് ആണ്. ഇത്ര മാത്രമേ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് കടന്നു വരുന്നുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാസി യുദ്ധമാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. അത് നോക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് അലിനഗർ ഉടമ്പടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. 1757 ഫെബ്രുവരി 9 ഈ ഉടമ്പടിയിൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗലയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി റോബർട്ട് ക്ലൈവും തമ്മിൽ ഒപ്പുവെക്കുന്നത്. അലിനഗർ ഉടമ്പടിയിലൂടെ പട്ടണത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബംഗാളിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി. ഈ അലിനഗർ ഉടമ്പടി ശരിക്കും ബ്രിട്ടീഷുകാർക്ക് അനുകൂലവും അതുപോലെ തന്നെ സിറാജുദ്ദൗലക്ക് പ്രതികൂലവുമായിരുന്നു യഥാർത്ഥത്തിൽ. അത് അവർ തന്നെ 1757 ഫെബ്രുവരി 22 സെലക്ട് കമ്മിറ്റിക്ക് ക്ലൈവ് എഴുതിയ ഒരു കത്തുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവർ ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് കമ്പനിക്ക് മാന്യവും പ്രയോജകരവുമാണ് ഈ ഉടമ്പടി എന്നാണ്. ഇതിനു ശേഷമാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം അരങ്ങേറിയത്. പ്ലാസി യുദ്ധം 1757 ജൂൺ 23 പശ്ചിമ ബംഗാളിൻ്റെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പാലാശി എന്ന പട്ടണത്തിലാണ് അരങ്ങേറിയത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം കൂടിയായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യം കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമായിരുന്നു. പ്ലാസി യുദ്ധം ബംഗാളിലെ അവസാനത്തെ സ്വതന്ത്ര നവാബായിരുന്ന സിറാജുദ്ദൗലയും
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു. ബംഗാളിലെ അവസാനത്തെ സ്വതന്ത്ര നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. പ്ലാസി യുദ്ധത്തിൻ്റെ അടിയന്തര കാരണമായി കണക്കാക്കുന്നത് സിറാജുദ്ദൗല കൽക്കത്തയിലെ ഫോർട്ട് വില്യം 1756 പിടിച്ചടക്കിയതായിരുന്നു. അതുപോലെ പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവമാണ് കൽക്കത്ത ഇരുട്ടറ ദുരന്തം എന്ന് പറയുന്നത്. കൽക്കട്ട ഇരുട്ടറ ദുരന്തമാണ് പ്ലാസി യുദ്ധത്തിന് കാരണമായ മറ്റൊരു സംഭവം. പ്ലാസി യുദ്ധത്തിന് കാരണമായി പലപ്പോഴും പറയപ്പെടുന്ന ബ്ലാക്ക് ഹോൾ സംഭവം ജെയിംസ് മിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1817 പുസ്തകം പുറത്തിറങ്ങുന്നത് വരെ അധികം ആർക്കും അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണ് കൽക്കത്തയിലെ ഇരുട്ടറ ദുരന്തം എന്ന് നമുക്കൊന്ന് നോക്കാം. 1756 കൽക്കട്ടയിലെ ഇരുട്ടറ ദുരന്തം അരങ്ങേറിയത്. 1756 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും കൽക്കട്ട തിരിച്ചു പിടിച്ചപ്പോൾ കൽക്കട്ടയിലെ വില്യം കോട്ടയിൽ ബ്രിട്ടീഷ് യുദ്ധത്തടവുകാരെ തടവിലാക്കിയ സംഭവമാണ് കൽക്കട്ട ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത്. 1756 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും കൽക്കട്ട തിരിച്ചു പിടിച്ചപ്പോൾ കൽക്കട്ടയിലെ വില്യം കോട്ടയിൽ ബ്രിട്ടീഷ് യുദ്ധത്തടവുകാരെ തടവിലാക്കിയ സംഭവമാണ് കൽക്കട്ട ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. 1756 ജൂൺ 20 രാത്രി സിറാജുദ്ദൗലയുടെ സൈന്യം ബ്രിട്ടീഷ് യുദ്ധത്തടവുകാരെ കോട്ടയിലെ തടവറയിലെ വലിപ്പം കുറഞ്ഞ ഒരു ഇരുട്ടുമുറിയിൽ അടക്കുകയുണ്ടായി. കൽക്കട്ടയിലെ ബ്ലാക്ക് ഹോൾ എന്നാണ് ഈ മുറി ഇന്നറിയപ്പെടുന്നത്. ശ്വാസം മുട്ടിയും ചൂടും ക്ഷീണവും മൂലവും അവിടെ തടവിലാക്കപ്പെട്ട 146 യുദ്ധത്തടവുകാരിൽ 123 പേരും മരിക്കുകയുണ്ടായി. ഈ സംഭവമാണ് ബ്ലാക്ക് ഹോൾ ദുരന്തം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത്. ഇതേ തുടർന്നുണ്ടായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവായിരുന്നു മിർ ജാഫർ. സിറാജുദ്ദൗലയുടെ സർവ്വസൈന്യാധിപനായിരുന്നു മിർ ജാഫർ. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്ന വിശേഷണമുള്ള ഈ മിർ ജാഫറിനെ ഉപയോഗപ്പെടുത്തിയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയ അധികാരത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ പ്ലാസി യുദ്ധം ഒന്ന് ഓടിച്ചു വിടുകയാണ്. 1757 ജൂൺ 23 പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പാലാശി എന്ന പട്ടണത്തിലാണ് പ്ലാസി യുദ്ധം അരങ്ങേറിയത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ഇത് ചോദിച്ച ചോദ്യമാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിന് കാരണമായ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം നടന്നത് ബംഗാളിലെ അവസാന സ്വതന്ത്ര നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. പ്ലാസി യുദ്ധത്തിൻ്റെ അടിയന്തര കാരണമായി കണക്കാക്കുന്നത് സിറാജുദ്ദൗല കൽക്കത്തയിലെ ഫോർട്ട് വില്യം 1756 പിടിച്ചടക്കിയതും അതുപോലെ തന്നെ കൽക്കട്ട ഇരുട്ടറ ദുരന്തവുമായിരുന്നു. കൽക്കട്ട ഇരുട്ടറ ദുരന്തത്തെക്കുറിച്ച് ജെയിംസ് മിൽ 1817 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൽക്കട്ടയിലെ ഇരുട്ടറ ദുരന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. 1756 ജൂൺ 20 രാത്രി സിറാജുദ്ദൗലയുടെ സൈന്യം യുദ്ധത്തടവുകാരെ കോട്ടയിലെ തടവറയിൽ വലിപ്പം കുറഞ്ഞ ഒരു ഇരുട്ടുമുറിയിൽ അടക്കുകയും അവിടെ അവർ ശ്വാസം മുട്ടലും ചൂടും ക്ഷീണവും മൂലം 146 യുദ്ധത്തടവുകാരിൽ 123 പേർ മരണപ്പെടുകയുണ്ടായി. ഈ സംഭവമാണ് കൽക്കട്ടയിലെ ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ സംഭവം എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായത്. ഇതേ തുടർന്നുണ്ടായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. റോബർട്ട് ക്ലൈവിൻ്റെ സൈന്യം പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ തന്നെ സർവ്വസൈന്യാധിപനായ മിർ ജാഫറിനെ ഉപയോഗപ്പെടുത്തി ബംഗാളിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറ പാകുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് പരിപൂർണാർത്ഥത്തിൽ സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. 1764 ഒക്ടോബർ 22 ഈ യുദ്ധം അരങ്ങേറിയത്. ഇന്ത്യയിൽ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തിലുള്ള ബക്സാർ എന്ന ഗംഗാ നദീതീരത്തുള്ള പട്ടണത്തിലാണ് ബക്സാർ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കപ്പെട്ട യുദ്ധമായിരുന്നു ബക്സാർ യുദ്ധം. എക്സാമിനൊരിക്കൽ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർ നടത്തിയ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞ് 4 ഓപ്ഷനുകൾ തന്നിരുന്നു. കർണാട്ടിക് യുദ്ധവും മറാത്ത യുദ്ധവുമായിരുന്നു ഓപ്ഷൻ 1, മൈസൂർ യുദ്ധവും പ്ലാസി യുദ്ധമായിരുന്നു ഓപ്ഷൻ 2, ബക്സാർ യുദ്ധവും കർണാട്ടിക് യുദ്ധമായിരുന്നു ഓപ്ഷൻ 3, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമായിരുന്നു ഓപ്ഷൻ 4.
ഇതിൽ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കാൻ കാരണമായ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. ബക്സാർ യുദ്ധം എന്ന് പറയുന്നത് ഷുജാ ഉദ് ദൗലയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ബക്സാർ യുദ്ധം. ഷുജാ ഉദ് ദൗലയും ഹെക്ടർ മൺറോയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ഷുജാ ഉദ് ദൗലയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ കാസിമും ഷാ ആലം രണ്ടാമനും. ബക്സാർ യുദ്ധസമയത്തെ ബംഗാളിലെ ഗവർണറായിരുന്നു ഹെൻറി വാൻസി സ്റ്റാർട്ട്. ബക്സാർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത് 1765 അലഹബാദ് ഉടമ്പടിയായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം ഷാ ആലം രണ്ടാമന് കമ്പനി നൽകിയ പട്ടമായിരുന്നു ദിവാനി അവകാശം. ദിവാനി അവകാശം എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ തുടങ്ങിയ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള ഒരു അവകാശമായിരുന്നു ഈ ദിവാനി അവകാശം. ഇത് ബ്രിട്ടീഷുകാർ നൽകിയത് ഷാ ആലം രണ്ടാമനായിരുന്നു. ഷാ ആലം രണ്ടാമനും മിർ കാസിമുമായിരുന്നു ഷുജാ ഉദ് ദൗലയെ പിന്തുണച്ച ഇന്ത്യയിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കപ്പെട്ട യുദ്ധമാണ് ബക്സാർ യുദ്ധം. അതുപോലെ തന്നെ പ്ലാസി യുദ്ധവും. 1764 ഒക്ടോബർ 22 ഇന്ത്യയിലെ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തെ ബക്സാർ എന്ന ഗംഗാതീരത്തുള്ള പട്ടണത്തിലാണ് ബക്സാർ യുദ്ധം അരങ്ങേറിയത്. ഇതാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്.